ഇപ്പോൾ ലിൻഡോ ജോസഫ് കൂടി നമുക്ക് വെച്ചിരുന്നു. ലിൻഡോ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? അപകടം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നിലവിൽ ഒരാളെ രക്ഷപ്പെടുത്തി, ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ ഈ വിവരങ്ങൾ? ഈ പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയല്ലെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് താങ്കൾക്ക് പ്രാഥമികമായി കിട്ടിയ വിവരം? വയനാട് ജില്ലയിലെ പ്രശ്നങ്ങളാണ് അത്. കോഴിക്കോട് ജില്ലയിലല്ല, വയനാട് ജില്ലയിലെ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. നമ്മുടെ അവിടെ ഉദ്യോഗസ്ഥരുമായി, സേഫ്റ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ മാത്രമേ പ്രാഥമികമായി നമ്മുടെ കൈവശമുള്ളൂ. അത് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കള്ളാടി ഭാഗത്ത് മണ്ണ് അവിടെ നിന്ന് മാറ്റി ഒരു തരത്തിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. ആ മണ്ണിൽ കനത്ത മഴയെ തുടർന്ന് ആ മണ്ണിലാണ് ഇടിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മണ്ണിടിഞ്ഞ മേഖലയിൽ ലേബേഴ്സും പണിക്കാരും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധ്യത കണക്കൂട്ടി അത്തരം അപകട സാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിൻഡോ, താങ്കൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താങ്കൾ അന്വേഷിക്കുന്നുണ്ടാകുമെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഈ കൂടുതൽ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമായും വലിയൊരു ദുരന്തം കണ്ട നാടാണ്. ഒരു ചെറിയ മഴ, ഒരു ചെറിയ മണ്ണിടിച്ചൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കും. ഈ രക്ഷാപ്രവർത്തനങ്ങളടക്കം അതോടൊപ്പം തന്നെ റവന്യൂവിൻ്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഇടപെടൽ ശരിയായിരുന്നു എന്നതുകൂടി പരിശോധിക്കേണ്ട സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് കനത്ത മഴ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുകയും ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത്തരം നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്തിരുന്നോ, അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ശരി, ലിൻഡോ ജോസഫാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവമ്പാടിയിൽ MLA ആയിരുന്നു ലിൻഡോ. ഇപ്പോൾ നിലവിൽ അവിടെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് ഇപ്പോൾ സാഹചര്യമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. ഒരാൾ കൂടി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടില്ല.